വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഇന്ന് നമ്മളൊരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റോ അല്ലെങ്കിൽ ട്രാവലിംഗ് കണ്ടൻറ്റോ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ചാനലല്ല കേട്ടോ. നമ്മൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ജർമ്മൻ ലൈഫ് സ്റ്റൈലും അതുപോലെ ഡേ ഇൻ മൈ ലൈഫും ഇതെല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ വരാറുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിനോവേഷൻ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇത് കണ്ടാവും, ഇത് റിനോവേറ്റ് ചെയ്യാനുള്ള റോളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മിക്കവാറും എടുക്കുന്ന സമയത്ത് ഒരു റിനോവേറ്റ് ചെയ്ത അപ്പാർട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളത് റെയറാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ഇവൻ കിട്ടിയാൽ പോലും ഇതുപോലെ വൈറ്റ് പെയിൻ്റ് ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുക. ഇത് വൈറ്റ് പെയിൻ്റ് അല്ല, ഇത് പുട്ടി അടിക്കത്തില്ലേ, അതുപോലെ വൈറ്റ് കളറിൽ പുട്ടി അടിച്ചിട്ടേ ഉള്ളൂ. അതിന് പുട്ടിന്ന് തന്നെ നാട്ടിൽ ഞങ്ങളുടെ അവിടെ തന്നെയാണ് പറയുന്നത്, വൈറ്റ് വാഷ് ചെയ്യുക. സോറി, മറന്നുപോയി. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഇവൻ നമ്മളിവിടെ താമസിച്ചിട്ട് നമ്മൾ എപ്പം മാറുമോ അപ്പോൾ ഇതിലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വൈറ്റ് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആണെങ്കിൽ നമ്മൾ താമസിക്കുന്ന അത്രയും നാൾ ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വൃത്തികേടാം. പിന്നെ ഇത് സഹിച്ചിട്ട് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും ഇത് ചെയ്തു കൊടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് കുറച്ച് എന്താ പറയുന്നത്, നല്ലൊരു ലുക്കിൽ നമ്മുടെ വീട് വെക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചാണെങ്കിൽ എൻ്റെ വീടൊന്ന് റിനോവേറ്റ് ചെയ്യാം. പിന്നെ ഇത് അപ്പാർട്ട്മെൻറ്റ് വന്ന് കണ്ടപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുകയും ചെയ്തു, ഇത് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആൾക്കാരോടൊക്കെ ഇങ്ങനെ തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഒറ്റയ്ക്ക് റിനോവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, ഒറ്റയ്ക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മൾ ആൾക്കാരെയൊക്കെ നിർത്തി റിനോവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കുറേ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഓൾറെഡി ഈ റിനോവേഷൻ അല്ലെങ്കിൽ ഡെക്കറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ക്രേസാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രാവലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡെക്കറേഷനാണ് എൻ്റെ അടുത്ത ക്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ മറ്റൊരാൾ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. നമ്മളങ്ങനെ ആരും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലാണല്ലോ നമുക്കൊരു ത്രില്ല്. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് എൻ്റെ വീട് റിനോവേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാണ്. ഓൾറെഡി ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ 2 റൂം, അതായത് കിൻഡർ സിമ്മറും അതുപോലെ തന്നെ ചെറിയൊരു ഇതുപോലെയുണ്ട്, ഹാളെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഓൾറെഡി ഹാളുണ്ട്. അതല്ലാതെ നമുക്കൊരു ചെറിയ എന്താ അതിന് പറയുക, തിണ്ണയെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വരാന്ത പോലെ ഉണ്ട് നടുക്ക്. അപ്പോൾ ആ ഒരു സ്ഥലവും ഞാൻ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണും പിന്നെ നമ്മുടെ ബെഡ്റൂമും കൂടി ഉള്ളൂ. അപ്പോൾ ബെഡ്റൂം നിങ്ങൾ അറിയാലോ, ഓൾറെഡി നിങ്ങൾ ബെഡ്റൂമിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അതിനകത്ത് കുറേ ഡെക്കറേഷൻ ഒക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് അത് റിനോവേറ്റ് ചെയ്യണം. അപ്പോൾ അത് മൊത്തം ഇളക്കി മാറ്റിയിട്ട് വേണം റിനോവേറ്റ് ചെയ്ത് വീണ്ടും അവിടെ ഓർഗനൈസ് ചെയ്യാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ബെഡ്റൂം കുറച്ചും കൂടെ സ്പെഷ്യൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ല എന്തെങ്കിലും ഡിസൈൻ കിട്ടുമോ എന്ന് വെച്ചിട്ട് ഞാനത് മാറ്റി ഇങ്ങനെ വെച്ചിരുന്നു. കിൻഡർ സിമ്മറിൽ ഓൾറെഡി അവർക്ക് കുട്ടികൾക്ക് പറ്റുന്ന ഒരു തീമാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്, ഒരു തീമയാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ കിച്ചണിൽ ഞാൻ വിചാരിച്ചു, കിച്ചണിലും ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്ലോറിലും സെയിം ഇത് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റോളാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് റിനോവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് വാങ്ങിച്ചടിക്കാം. പക്ഷേ പെയിൻ്റൊക്കെ വാങ്ങിച്ചടിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല അത് കുറച്ചുകൂടെ മെനക്കേടാണ്. പിന്നെ പെയിൻറ്റ് വാങ്ങിച്ചടിച്ചാൽ മേ ബി ഏതെങ്കിലും ഒരു കളറിലെ പെയിൻ്റ് അല്ലേ കിട്ടുള്ളൂ, നമുക്ക് വലിയ ഡിസൈൻ ഒന്നും അതിനകത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുന്നത്, നമ്മുടെ വാൾപേപ്പർ കിട്ടും ഒട്ടിക്കുന്നത്. ഇതിന് പശയില്ല, നമ്മൾ പശ സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ ഇത് ഞാൻ ബോക്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു റോളിന് 9 യൂറോയാണ്. ഈ ഒരു റോൾ വെച്ചിട്ട് ഒരു ഭിത്തി കവർ ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ അടുത്ത ഭിത്തി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തത് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഫ്ലോറിൽ ഒട്ടിച്ച സമയത്ത് എനിക്ക് 2 എണ്ണം വേണ്ടി വന്നു, 2 സൈഡും കൂടെ കവർ ചെയ്യാനായിട്ട്. കിൻഡർ സിമ്മറിൽ അതുപോലെ തന്നെ 2 സൈഡിലെ ഭിത്തിക്ക് എനിക്ക് 2 3 എണ്ണം കണ്ട് വേണ്ടി വന്നു. അങ്ങനെ അത് ഭിത്തിയുടെയൊക്കെ ഒരു വലുപ്പം അനുസരിച്ച് ഇരിക്കും കേട്ടോ. വാങ്ങിക്കുമ്പോൾ ഒരു 3 എണ്ണോ 2 എണ്ണം, കുറഞ്ഞത് മിനിമം 2 എണ്ണം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ 3 എണ്ണം വാങ്ങിക്കാത്തതായിരിക്കും. അങ്ങനെ അപ്പം ഇത് ഒരെണ്ണത്തിന് 9 യൂറോയാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ കിച്ചൺ റിനോവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പശയുള്ള ടൈപ്പല്ല, നമ്മൾ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ തിമു എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതിനകത്തു നിന്നൊക്കെയാണ് പശയുള്ള ടൈപ്പ് കിട്ടും. പക്ഷെ അത് ഞാൻ വാങ്ങിച്ച് ഹാളിൽ ഒട്ടിച്ചു. പക്ഷെ അത് കുഴപ്പമില്ല, കാണാനൊക്കെ നല്ലതാണ്. പക്ഷെ മെറ്റീരിയലിന് അത്ര ക്വാളിറ്റി ഇല്ല, വളരെ തിന്നായിട്ടുള്ള പേപ്പറാണ്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കീറി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പക്ഷേ കുറച്ചും കൂടെ കട്ടിയുള്ള പേപ്പറാണ്. പശയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പശ വാങ്ങിക്കണം. ഇതിന് 7 യൂറോ എന്നാണ് ഈ പശയ്ക്ക്. കാണാൻ പറ്റുമോ, ഞാൻ അതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഈ പശയ്ക്ക്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തണുത്ത വെള്ളത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു 2 കപ്പ് വെള്ളത്തിൽ വെള്ളം എടുക്കുക, അതിനകത്തേക്ക് പൊടി ഇടുക, എന്നിട്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്ന് കലക്കി കൊടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ മൈദയൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൽ ഒട്ടിക്കാനൊക്കെ കുഴക്കത്തില്ലേ, പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഒരുപാട് തിക്കാവണ്ട, എന്നാൽ
കുറച്ച് തിക്കാവുന്ന ഒരു ഇതിൽ, അതായത് പശ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിങ്ങനെ ലൂസായിട്ട് മുറിഞ്ഞു മുറിഞ്ഞു പോകാത്തൊരവസ്ഥയിൽ വരണം. അപ്പോൾ ഇത് എത്ര ഇടണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനൊരു അളവൊക്കെ നോക്കി ഇങ്ങനെ ഇടുകയാണ് ചെയ്യാറ്. എത്ര കൃത്യമായിട്ട് അളവെന്ന് അറിയില്ല, ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അളവൊക്കെ. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ വളരെ എളുപ്പമാണ് ഇത്. അങ്ങോട്ട് നമ്മൾ കലക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഭിത്തിയുടെ അളവ് അനുസരിച്ച് മുറിച്ച് അങ്ങോട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ കിച്ചൺ റിനോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ കിച്ചൺ നിങ്ങളൊന്ന് കാണിച്ചു തരാമോ. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ കിച്ചൺ ആണെങ്കിൽ ഇത് ഓൾറെഡി ബ്ലാക്ക് കളർ നിങ്ങൾ കാണുന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഈ ബ്ലാക്ക് കളറിലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ഇതുപോലെ പേപ്പർ വാങ്ങിച്ചിട്ട് ഒട്ടിച്ച് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അത് ആ ബ്ലാക്ക് കളർ ഒട്ടിച്ചിരിക്കുന്നത് കുറച്ചും കൂടെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് കൂടുതലുള്ളൊരു മെറ്റീരിയലാണ്. അത് കുറച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ 2 കോളുമായിട്ട് വേണ്ടി വന്നിട്ട് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇത് വാങ്ങിച്ചിട്ട് ചെയ്യട്ടോ. പോക്കോയിലാണുള്ളത്, പോക്കോയുടെ സ്റ്റോറിൽ. പിന്നെ എന്താ പറയുക, പോക്കോയുടെ സ്റ്റോറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇത് പല ടൈപ്പിലുള്ള ഡിസൈനുള്ള മെറ്റീരിയൽസിന് ഞാൻ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഓരോ കോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പശ ഞാൻ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട്. കലക്കിയ സമയത്ത് നിങ്ങൾ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അടിക്കാനായിട്ട് ഞാൻ ഇവിടെ പശ പകുതി ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു, ഇതുവരെ ഞാൻ റിനോവേറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ. എന്നാൽ പിന്നെ ഇത് നിങ്ങൾക്കും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ വീടൊക്കെ റിനോവേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഞാൻ പശ കലക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പതുക്കെ അടിയും കൊണ്ട് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പശ. ഞാൻ ഇത് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കാനായിട്ട് മൈദയാണ് തോന്നുന്നു, എനിക്കറിയില്ല, എന്തോ ഒരു സാധനം. ഞാൻ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എനിവേ എന്ത് പൊടിയായാലും അത് കലക്കണക്ക് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കലക്കി എടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും കേട്ടോ. ഇത്രയും തന്നെ എനിക്ക് ഏകദേശം ഒരു എന്താണ് പറയണേ, ഇപ്പോൾ ഈ കിച്ചണാണെങ്കിൽ കിച്ചണും പിന്നെ നമ്മുടെ ബെഡ്റൂമും കൂടെ റിനോവേറ്റ് ചെയ്യാൻ ഇത് ധാരാളമാണ് ഈ പശ. അപ്പോൾ ദേ എൻ്റെ ബക്കറ്റിനകത്ത് ഞാൻ ഇതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബക്കറ്റ് ചീത്തയായി പോകുന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഇത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് കഴുകി കളഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല, അത് പൊക്കോളും കേട്ടോ. പിന്നെ ഈ പശ ഏകദേശം 3 ദിവസം വരെ ഇരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെള്ളമായി പോകുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതിന് മുന്നേ നമ്മൾ കലക്കി കഴിയുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ വർക്ക് അങ്ങോട്ട് തീർത്തോളുക. അപ്പം നമുക്ക് പശയൊക്കെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് തട്ടുമ്പുറത്തോട്ട് കയറിയാലോ, ഒട്ടിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ച റോളല്ലാതെ നിങ്ങളെ കാണിച്ച ഇതാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഒട്ടിക്കാനെല്ലാം തയ്യാറെടുത്തിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ബോധം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞാൻ ഒരു റോള് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടിച്ചതിന് ശേഷം അളവൊക്കെ എടുത്ത് നമുക്ക് ആകെ 2 ആയുധങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഒന്ന് കത്രികയും പിന്നെ ഇത് എന്താ പറയുന്നത്, നമ്മുടെ ഒരു ബ്ലേഡ് പോലത്തെ ഒരു സംഭവമാണേ അത്. അപ്പോൾ ഈ 2 സംഭവങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഇനി ധൈര്യമായിട്ട് ആദ്യം നമ്മൾ ആ ഒരു അളവ് എടുത്തിട്ട് നമ്മൾ ആ അളവിനനുസരിച്ച് മുറിച്ചെടുക്കുക കേട്ടോ. അതായത് ചിലപ്പോൾ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷനൊക്കെ വരും. പക്ഷെ നമ്മൾ അതൊക്കെ പിന്നെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ലെവൽ ചെയ്ത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേച്ചാൽ മതി കേട്ടോ. അപാകതകളൊക്കെ വരും, നമുക്ക് ആണെങ്കിൽ ഇതൊന്നും ചെയ്ത് ശീലമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ചെറിയ അബദ്ധങ്ങളൊക്കെ വരും, നോ പ്രോബ്ലം. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ നമ്മളൊരു ധൈര്യം കാണിക്കുന്നില്ല, അതാണ് മെയിൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഒട്ടിച്ച് തുടങ്ങാം. ആദ്യം കൊണ്ടുപോയിട്ട് നമുക്ക് പശ തേക്കാം. ഇത് പിന്നെ ഡക്ക് ഷോസ് ആയതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ വലിയ ഒരു പശ തേക്കാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ പൊക്കമൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കസാര ഇട്ടിട്ട് കയറിയാൽ മതി. ഇവിടെ വെക്കാം. ഇത് നമ്മുടെ സ്റ്റൗ ആണ്. പക്ഷെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ വെക്കാം. ഞാനിങ്ങനെ ആയുധങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പെയിന്റ് അടിക്കണ പോലത്തെ ബ്രഷൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് എനിക്കറിയില്ല, കുറച്ച് ദൂരെയാണ്. പിന്നാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പശ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ ചോദിക്കും പശയുടെ ആ ഒരു ഇത് ഭിത്തിയിൽ തന്നെ ഇരിക്കുമോ എന്ന് ചോദിക്കുവേ. നമ്മൾ ഓൾറെഡി വെള്ളം അടിക്കുന്നുണ്ടല്ലോ ഇല്ല, നമ്മൾ മാറാൻ സമയത്ത് നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കും. പിന്നെ അതല്ലാതെ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ പറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഒന്നും ഭിത്തിക്ക് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല, കളറായിട്ടൊന്നും പറ്റി പിടിച്ചിരിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല. നമ്മളിത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ ചുരണ്ടി എടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞു പോരും. അതുകൊണ്ട് എക്സ്ട്രാ ഒരു പശയും കൂടെ വാങ്ങി വീട്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പറിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി പശ തേച്ച് അവരെ വീണ്ടും അത് ഒട്ടിച്ചോട്ടാം.
പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടിക്കുന്ന അതിൻ്റെ തന്നെ നിങ്ങൾ ഏകദേശം ഒട്ടിച്ച് തീർന്നതിന് ശേഷം ഒരു എക്സ്ട്രാ റോൾ എപ്പോഴും വീട്ടിൽ വാങ്ങി വെച്ചേക്കണം. കാരണം ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ അപാകതയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒട്ടിച്ച് വെക്കാമല്ലോ. അതിന് വേണ്ടി ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ തോന്നലാണ് നമുക്കിതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മളെ താങ്ങാൻ ആൾക്കാരുള്ളപ്പോൾ നമുക്കിതൊക്കെ തോന്നും നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ താങ്ങാൻ കാര്യം കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. വളരെ സിമ്പിൾ ആട്ടോ, ഇങ്ങനെ ഒട്ടിച്ചിട്ട് മാത്രം മതി. ഇതിനകത്ത് എയർ ചേർന്ന് നിൽക്കാതെ നമ്മൾ കറക്റ്റായിട്ട് അതൊരു ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് എയർ ചേർന്ന് നിൽക്കുവേ. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനങ്ങോട്ട് ഒട്ടിക്കുവാണ്. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് നമുക്ക് മുറിച്ച് കളയണം. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും നേരെ കിട്ടാത്തത് ഈ ഒരു കാര്യം കൊണ്ടാണ്. എൻ്റെ വീട് റിനോവേഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇത് ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒന്നിനും നേരെ കിട്ടുന്നില്ല. നമുക്ക് ഇവിടേക്ക് ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. അപ്പം ഞാനിത് ലെവൽ ചെയ്തിട്ട് ഈ സൈഡ് മൊത്തം ഒട്ടിച്ചിട്ട് ഞാനിത് കാണിക്കാം. ഇതിൽ ഇപ്പം ഇത്രമാത്രം ഒട്ടിക്കുന്നത് കാണിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. അപ്പം ഈ ഒരു സൈഡ് ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഞാൻ കാണിക്കാവേ. അപ്പം ഞാനാണെങ്കിലുണ്ടല്ലോ പുതിയൊരു എന്താ പറയുക ഇതും കൂടി തപ്പിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ ഈ വെള്ളമൊക്കെ വീഴുന്ന വാഷ് ബേസിൻ്റെ ഒക്കെ അവിടെ വെള്ളം വീഴുമ്പോഴത്തേക്കും വലിച്ചു കളയുന്ന ഒരു സാധനമാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എയർ കയറാൻ പാടില്ല. എയർ കയറാതെ നമ്മൾ കറക്റ്റായിട്ട് ഓടിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക വലിച്ചൊട്ടിക്കുന്ന ഒരു സാധനം എന്തെങ്കിലും ഇല്ല. അപ്പം വല്ലവനും പുല്ലും ആയതെന്ന് കേട്ടിട്ടില്ലേ, അതാണിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ ഒരു ടവലും വേണം കേട്ടോ. നമുക്ക് ഇങ്ങനെ നമുക്ക് തുടയ്ക്കണം, നമ്മുടെ കയ്യിൽ പശയൊക്കെ വരുമ്പോൾ തുടയ്ക്കാനായിട്ട്. കാരണം ഇത് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ എയർ ചേർന്നിരിക്കുക. നമ്മൾ കൈ കൊണ്ട് തൂത്തുകൊണ്ട് കാര്യമില്ല. കൈ കൊണ്ട് തൂത്താൽ മാത്രം ചിലപ്പോൾ ഇത് നന്നായിട്ട് ഉറക്കണമെന്നില്ല. അതുകൂടാതെ ഇത് വെച്ചിട്ടൊന്ന് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. പിന്നെന്താണ്, ഓക്കെ സെറ്റ്. അപ്പോൾ അടുത്തത് നമുക്ക് ഒട്ടിക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടിച്ചാൽ മാത്രം മതി. ആവശ്യത്തിനുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിലുണ്ടല്ലോ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ എന്താണ് നമ്മുടെ എക്സാം പാസ്സായതിൻ്റെ വീഡിയോ ഇട്ട പിന്നെ ആണെങ്കിൽ നമുക്ക് പേഴ്സണലി വന്നിട്ട് മെസ്സേജ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ചേച്ചി എക്സാം പാടാണോ ചേച്ചി എല്ലാവരും പറയുന്നത്. ഞാനിങ്ങനെ തിരിഞ്ഞ് എന്ന് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാനിത് ചെയ്യുന്നതുകൊണ്ടാണ്. എക്സാം പാടാണോ ചേച്ചി, എല്ലാവരും പറയുന്നു ഭയങ്കര പാടാണ്, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു, എനിക്ക് പേടിയാവുന്നു, ഇതെന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഒരുപാട് പേര് മോട്ടിവേഷൻ ആയിട്ട് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു ഞാൻ പറയുവാണ്. മറ്റൊരാൾ നമ്മളെക്കുറിച്ച് പറ്റില്ല അല്ലെങ്കിൽ നിനക്കത് പറ്റില്ല അത് പാടാണ് എന്ന് പറയുമ്പോൾ ആ ആളാണോ നമ്മുടെ കഴിവിനെ നിങ്ങളുടെ കഴിവിനെ കുറിച്ച് മറ്റൊരാൾക്കാണോ അറിയാവുന്നത്, നിങ്ങൾക്കാണോ അറിയാവുന്നത്? ഒരാൾ നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്താ പറയുന്നത് പേടിച്ച് വരയ്ക്കാതിരിക്കുന്ന അത്ര ധൈര്യം നിങ്ങൾക്കുള്ളൂ. ഒരാൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് പറ്റുമെന്ന് എനിക്കത് പറ്റുമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ട, അല്ലാതെ പേടിച്ച് വരയ്ക്കാത്ത കയറിയിരിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നവരാരും ഒരു കാലത്തും ഒരു എക്സാമും പാസ്സാവില്ല. നമ്മൾ ധൈര്യമായിട്ട് ഒരാൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തോൽക്കും, ചിലപ്പോൾ തോൽവികൾ ഒരുപാട് ഉണ്ടായേക്കാം. പക്ഷെ അറ്റ് ലാസ്റ്റ് നമുക്ക് ആ ഒരു നമ്മുടെ എഫേർട്ട് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സക്സസ്സിലേക്ക് എത്തും. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഇത് പറ്റുമോ പറ്റത്തില്ലയോ എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരാളല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അവരുടെ ഒപ്പം നിന്നോട് നിങ്ങൾ ആദ്യം തോൽപ്പിക്കരുത്. നമ്മളാണ് എപ്പോഴും നമ്മളെ ആദ്യം തോൽപ്പിക്കുന്നത്. നമുക്ക് പറ്റില്ലാതെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടത് പറ്റില്ല. സോ നിങ്ങൾ മോട്ടിവേഷൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല, അത് ഈ തട്ടുമ്പുറത്ത് കയറുന്ന
മോട്ടിവേറ്റ് ചെയ്യേണ്ട എൻ്റെ ഒരു അവസ്ഥ തോന്നേ ഞാൻ ഇതിൻ്റെ പൊട്ടിലേക്ക് പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പം ചിലർക്ക് ഞാൻ വർത്താനം പറയുമ്പോൾ കേൾക്കുമ്പോൾ ബോറായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ചുമ്മാ വേസ്റ്റ് ആയിട്ട് വളർന്നതാണെന്ന് പറയുവാണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോ വേറെ പോയി കണ്ടോളൂ കേട്ടോ. എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. വെറുതെ ബോറടിച്ചാലും സമയം കളയണ്ട. നിങ്ങൾക്ക് എൻ്റെ വർത്താനം കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേറെ വീഡിയോ കണ്ടുപോകാം. ഞാനിത് ഒട്ടിച്ച് തീരുന്നവരെ വർത്താനം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേരുടെ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമോ ചേച്ചിന്ന് ചോദിച്ചിരുന്നു. കാരണം നമ്മുടെ ചാനലിൽ ഒരു മോട്ടിവേഷൻ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോദിച്ചതാണ്. ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ പണിയാണ്. ഇതൊക്കെ പണികൾ തീരാതെ എനിക്ക് കാര്യം നടക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഫാമിലി വരുമ്പോഴേക്കും നമ്മളിതെല്ലാം കറക്റ്റായിട്ട് സെറ്റാക്കണ്ടേ. അവർക്ക് നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ്ലി റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് നമ്മൾ ചെയ്യണം. നടുക്കത്തെ ആ ഒരു പോർഷൻ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഒരു ബ്ലൂ വൈറ്റ് കോംബോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം ബാലൻസ് ചെയ്യാം. അപ്പം നമ്മൾ ചോറൂണും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഈ ഒരു സൈഡ് ഒട്ടിക്കാനായിട്ട് ഒട്ടിച്ചതിന് ശേഷം എനിക്ക് ബാക്കി ഇത്രയും ഷീറ്റ് ബാലൻസ് ഉണ്ട് കേട്ടോ. നമ്മുടേത് പിന്നെ ചെറിയ ഒരു ഈ ഒരു സൈഡിൽ ഭിത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിരുന്നു. അതിൻ്റെ കൂടെ അവിടെ വാതിലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അധികം നമുക്കിത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പം ഇനി നമുക്കുള്ളത് ഈ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു ഭിത്തിയും കൂടെ നമുക്ക് റിനോവേറ്റ് ചെയ്യണം. ഈ രണ്ട് സൈഡാണ് ഞാൻ കിച്ചണിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടില്ലേ, ഞാൻ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു വെള്ള കളറിലെ കുറേ ബട്ടർഫ്ലൈസ് ആണ് അതവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് എന്താ പറയുക, വൈറ്റ് കളറിലെ ആ ഒരു ഭിത്തി ആയതുകൊണ്ട് തന്നെ അത് അത്ര എടുത്ത് കാണത്തില്ല കേട്ടോ. പക്ഷേ ഇതിൽ അത് ഒട്ടിച്ച് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രിഡ്ജും അതുപോലെ കേബിളും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മൂവ് ചെയ്തിട്ട് വേണം എനിക്ക് ഇത് ഒട്ടിക്കാനായിട്ട്. അപ്പം എന്താ പറയുന്നത്, ഇന്ന് തന്നെ ഇത് ഒട്ടിച്ച് തീർക്കുകയും വേണം. കാരണം നാളെ എനിക്ക് വേറെ പരിപാടിയുണ്ട്. അപ്പം ഇന്ന് ഇത് തീർത്തേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ രാത്രി ആകും. ഇപ്പോൾ തന്നെ നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എന്താകുമെന്ന് എനിക്കറിയില്ല. എനിവേ നമ്മളിത് മാക്സിമം ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കും. ഇന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട് നാളെ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നാളെ ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ നമ്മുടെ ഈ റിനോവേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാനുള്ള മൂടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനങ്ങനെ പകൽ ഉറങ്ങാറില്ല. പക്ഷെ ഉറക്കം വരും, കിടക്കാറില്ല ഞാൻ. പക്ഷേ എന്താ പറയുക, ഞാനങ്ങനെ കിടക്കാറില്ല പകല്. എനിവേ കിടക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ചോറൊക്കെ ഉണ്ട് വയറ് പറഞ്ഞപ്പോൾ ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബട്ട് അതിനൊന്നും നിൽക്കുന്നില്ല. എനിവേ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് ഈ റിനോവേഷൻ വർക്ക് നമുക്ക് തീർക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഭിത്തിയിൽ സാധനങ്ങളെല്ലാം മാറ്റി അടുത്ത വർക്ക് നമുക്ക് തുടങ്ങാം കേട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടേ. കാരണം ഇത് നമ്മൾ വാങ്ങിയ സമയത്താണെങ്കിൽ ആ ഒരു പേപ്പറിൻ്റെ കൂടെ ഇതെങ്ങനെ ഒട്ടിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. നമ്മൾ ചുമ്മാതെ ഒട്ടിച്ചാൽ ഒരു ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ നീല കളറിൽ ഇത് വരുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിത് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് ഒട്ടിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എന്തൊരു ബന്ധുക്കിയായി വൈറ്റ് കളറിൽ ഭിത്തിയിൽ വൈറ്റ് കളറിൽ ബട്ടർഫ്ലൈ കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ എന്തെങ്കിലും ഭംഗി ഉണ്ടാവോ, അല്ലെങ്കിൽ അത് കാണത്തില്ലല്ലോ എന്ന് നോക്ക്. പക്ഷെ അവിടെ ആകെ ഈ ഒരു സിൽവർ കളറും ഗോൾഡൻ കളറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി ഗോൾഡൻ കളർ നമ്മുടെ റൂമിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സിൽവർ കളറോടെ വാങ്ങിച്ചത്. പക്ഷെ എൻ്റെ ഈ നീല കളർ ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിയുമ്പോൾ ഈ ബട്ടർഫ്ലൈ ഇവിടെ വരുമ്പോൾ ഭംഗി ഉണ്ടാവും അല്ലേ? ഓ, നല്ല മെനക്കെട്ട പണിയാണ് കേട്ടോ ഈ റിനോവേഷൻ ചെയ്യുക എന്നുള്ളത്. നല്ല മെനക്കെട്ട പണിയാണ്. ബട്ട് നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് ബോറൊക്കെയായിരിക്കും. ഞാൻ പക്ഷെ വർക്ക് തുടങ്ങിയാൽ ഞാൻ ഒരു റൂം കംപ്ലീറ്റ് ചെയ്തിട്ടേ നിർത്തത്തുള്ളൂ. ഞാൻ പാതി കഴിച്ചിട്ട് നിർത്തത്തില്ല. ഇപ്പം ഈ കിച്ചണിലെ വർക്ക് നമുക്ക് ഇന്ന് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ വർക്കും കൂടെ ഇനി ഉള്ളൂ. അപ്പോൾ ആ ബെഡ്റൂമിലേക്ക് എനിക്ക് ഇത് തന്നെ സെയിം ഒട്ടിക്കാൻ വേറെ എന്തെങ്കിലും ഇച്ചിരി കൂടി ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കിട്ടുമായിരുന്നേ നല്ലതായിരുന്നു എന്നൊരു ആഗ്രഹമുണ്ട്. സോ ഞാനത് നാളെ പോയിട്ട് പോക്കോയിൽ പോയി നോക്കും ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കിട്ടുമെന്ന്. പിള്ളേരുടെ റൂമിൽ ഞാൻ ഒട്ടിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഈ കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇതാണ്, പക്ഷെ വേറൊരു ഡിസൈനാണ്. ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് പിള്ളേരുടെ റൂമിലോട്ട് പോകാം. അവരുടെ റൂമിൽ എന്താ പറയുന്നത്, ഇപ്പോൾ ഭിത്തിയും കാര്യങ്ങളും എല്ലാം ഞാനിങ്ങനെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സാധനങ്ങളൊന്നും വാങ്ങി വെച്ചിട്ടില്ല അവരുടെ റൂമിൽ. അവർക്കൊരു നമ്മുടെ എന്തുണ്ടല്ലോ അലമാര ഞാൻ വെളിയിൽ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. അതല്ലാതെ റൂമിലേക്ക് ബെഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അവരുടെ. അപ്പോൾ അതുകൂടി ഉള്ളൂ ഇനി എൻ്റെ പണി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല, കാരണം എൻ്റെ എല്ലാ റിനോവേഷൻ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീട് കംപ്ലീറ്റ്ലി ഞാൻ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്യത്തുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി അപ്പാർട്ട്മെൻറ്റ് എന്താ വീഡിയോ ഇടാത്തതിന്. ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ കാണിക്കാത്തത്. എനിവേ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം, ഫുള്ളായിട്ട് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് അവർക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ രാജകുമാരനും രാജകുമാരിയും അങ്ങനെ കുറേ അങ്ങനെയുള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. അതൊരു നമുക്കിപ്പോൾ നമ്മൾ ഒട്ടിച്ചേക്കുന്ന ആ ഒരു നീല കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്. സോ അത് ഞാനിങ്ങനെ രണ്ട് സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോഴത്തേക്കിനും. ഇനി അവർക്ക് ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്യണം, അതാണ് എൻ്റെ മെയിൻ പരിപാടി. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് വർക്കുകളാണ്. പിന്നെ തന്നെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരു 3 പൂച്ചകളുണ്ട്, അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അവരുടെ വിൻഡോയിൽ ചെറിയൊരു പിള്ളേരല്ലേ, അപ്പോൾ അവർക്ക് ഈ കളറുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ചെറിയൊരു കിളിയുടെ ഒരു സംഭവം ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിച്ചു പറിച്ച് കളയുമെന്നൊന്നും എനിക്കറിയില്ല. ഇനിവേ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ബെഡൊക്കെ വാങ്ങിച്ചിടണം. അപ്പോൾ ഒരുപാടൊന്നും കാണിക്കുന്നില്ല, ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പോൾ നമുക്ക് ബാക്കി പോയിട്ട് പണി ചെയ്യാം. നമ്മുടെ ഫ്രിഡ്ജ് ആണെങ്കിലുണ്ടല്ലോ ചെറിയ ഫ്രിഡ്ജാണ്. അതിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് മാറിയ സമയത്ത് ഇപ്പോൾ ഓൾറെഡി എൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഓർക്കൊണ്ടേ വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എന്താണ് നമ്മുടെ വീടിന് ഓൾറെഡി ഒരു നല്ലൊരു എമൗണ്ട് കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ കെട്ടി അതിൻ്റെ കൂടെ നമ്മൾ റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ അത്യാവശ്യം നമുക്ക് കിടക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വന്നപ്പോഴേക്കും നമുക്ക് ടൈറ്റായി. അപ്പോൾ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് സാധനങ്ങൾ ഈ ഫ്രിഡ്ജും ഓവനും വാങ്ങിച്ചേ പറ്റുള്ളൂ, കാരണം നല്ല ചൂടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മൾ ഫുഡൊക്കെ ഇവിടെ വെളിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് അഴുക്കായി അങ്ങ് പോവാണ്, ചോറൊക്കെ വലിച്ചു പോവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വാങ്ങി വെക്കുള്ളൂ, പിന്നെ എൻ്റെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് ഞാൻ ഒന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം തൽക്കാലം ഇത് നമുക്ക് കൊണ്ടുപോകാം എന്തായാലും. പിന്നെ സൗകര്യം പോലെ നമുക്കൊരു ഫ്രിഡ്ജ് അത്യാവശ്യം വലിയ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു എന്താ പറയുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു ഇതിൽ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് വാങ്ങേണ്ട വന്നു എനിക്ക്. ബാക്കി നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനും ടി വിയും കാര്യങ്ങളും, ടി വി ഓർഡർ ചെയ്തിട്ടുണ്ട്, വരണം, അത് അടുത്ത ആഴ്ച വരും. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ വാങ്ങിച്ചു, അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്തായാലും നല്ലത് നോക്കി അത്യാവശ്യം വലിയത് നോക്കി നല്ലത് നോക്കിയാണ് വാങ്ങിച്ചത്. അപ്പം ഇത് സാരമില്ല, ഇതിന് ഞാനല്ല കേട്ടോ ഇങ്ങനെ ഈ മറ്റേ ലവിൻ്റെ ഇതൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് നമ്മുടെ കാര്യം നടക്കാൻ ഇത് ധാരാളമാണ്. അപ്പം നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. മിക്കവാറും വർത്താനം പറഞ്ഞു നിന്നോന്ന് എൻ്റെ പാടി ചെയ്തിട്ട് അങ്ങനെ തോന്നുന്നു.
ഹായ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ ഒരു കിച്ചൺ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. എന്നിട്ട് പോലും ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, രാവിലെ തുടങ്ങിയതാണ് നമ്മുടെ വർക്ക്. ഇപ്പോൾ ഒരു 5:45 അപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഒരു കിച്ചൺ മാത്രം ചെയ്യാനായിട്ട് അത്രയും ടൈം എടുത്തു. ഒരു 2 ഭിത്തി മാത്രമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഒരു സൈഡ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതൊരു വൈറ്റും ഈ ഒരു ബ്ലൂ കളറിൻ്റെയും കൂടെ ഒരു കോംബോ വരത്തക്ക രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. കാരണം എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു രസം ഉണ്ടാവില്ല. പകരം നമ്മളിങ്ങനെ ഒന്ന് വിട്ട് വിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കോംബോ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. എനിവേ, അപ്പോൾ ഇത്ര മെനക്കെട്ടിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇത്ര മെനക്കെട്ട് ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളിപ്പോൾ ഉള്ള കാലം മൊത്തം ഇവിടെ നിൽക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ വേറെ അടുത്തോട്ട് മാറുമ്പോൾ ഇത് ചെയ്തതൊക്കെ വെറുതെ ആവില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ എന്താ പറയുന്നത്, നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടണമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ഇപ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലല്ലോ. നമ്മളെ കൊണ്ട് ചെറിയ എക്സ്പെൻസീവിൽ നമ്മുടെ കുറച്ച് എഫേർട്ട് വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ എന്താ പറയുന്നത്, ഇഷ്ടത്തോടെ ചെയ്തതല്ല, അതൊരു ബാധ്യത പോലെ ചെയ്തതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊരു വിഷമമൊന്നുമില്ല. അപ്പം എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു. വലിയ പെർഫെക്ഷൻ ഒന്നും വന്നില്ലെങ്കിലും നമുക്കിത് സ്ഥിരം പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നെന്നെ ഹെൽപ്പ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആര് വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്? എനിക്ക് അങ്ങനെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനും മാത്രമുള്ള ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഒന്നും ആരുമില്ല. ഉണ്ട് ഫ്രണ്ട്സ്, പക്ഷെ അവർക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്ന് ഇങ്ങനെ ഈ കാര്യത്തിനൊന്നും നമുക്കങ്ങനെ മറ്റുള്ളവരെ മാക്സിമം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ ഞാൻ ആരുടെയും ഹെൽപ്പില്ലാതെ നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പരിചയമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കും. ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. മാക്സിമം ഞാൻ ആരെയും എന്താ പറയുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നോക്കും. എനിക്കിതൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിവേ, എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ പണി അതായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ബെഡ്റൂമും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൽ ഞാൻ ഇതുവരെ ഇളക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതങ്ങോട്ട് ഇളക്കി കളയാനൊരു മനസ്സ് വരുന്നില്ല. പക്ഷേ ബെഡ്റൂം എന്തായാലും റിനോവേറ്റ് ചെയ്തേ വെക്കുള്ളൂ. കാരണം എല്ലാ ഭാഗവും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബെഡ്റൂം മാത്രമായിട്ട് റിനോവേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അതൊരു ഭംഗി ഉണ്ടാവില്ല. അത് മാത്രമായിട്ട് അതാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് റൂം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ റിനോവേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ചെയ്യണം. അപ്പോൾ നാളെ എനിക്ക് പോക്കോയിൽ പോയിട്ട് ഈ കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ കിട്ടുമോ ആ ബെഡ്റൂമിലേക്കൊന്ന് നോക്കണം. ഇനി കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. എനിവേ, നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഈ ഒരു വീട് റിനോവേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഫുൾ കോൺസെൻട്രേഷൻ. മെയിനായിട്ട് പിന്നെ അതുകൊണ്ടാണ് ട്രാവലിംഗ് പിന്നെ ഒഴിവാക്കി വെച്ചേക്കുന്നതും തണുപ്പ് കാരണമാണ്. എനിക്ക് ഓൾറെഡി ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ഈ തണുപ്പടിക്കുമ്പോൾ എനിക്ക് തണുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് മാക്സിമം ഈ സമയത്ത് ട്രാവലിംഗ് ചെയ്താൽ എൻ്റെ ഹെൽത്ത് പ്രശ്നം ഉണ്ടാക്കും. മേ ബി, എനിക്കറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ട്രാവലിംഗ് ഒഴിവാക്കി. അപ്പം എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഒട്ടുന്ന വീടൊക്കെ ഒന്ന് സെറ്റാക്കാം. ഇനിയിപ്പോൾ അധികം ഓർക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമല്ലോ. അപ്പോഴേക്കും പിന്നെ ഫാമിലി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം കിട്ടത്തില്ല. അപ്പം കുഞ്ഞു മക്കളല്ലേ, അപ്പം നമുക്ക് ഒത്തിരി പണി ഉണ്ടാവും. അതിനിടയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കിപ്പോൾ ഇഷ്ടമാണ് ഈ റിനോവേഷനും ഡെക്കറേഷനും ഒക്കെ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന്. എനിവേ, എന്തായാലും നമ്മുടെ കിച്ചണിലെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഞാൻ മറ്റേ അപ്പുറത്തെ റൂമിൽ ചെയ്യുന്നുണ്ട്. പോയി നോക്കിയിട്ട് അതിന് സ്യൂട്ടായിട്ടുള്ളതൊന്ന് കിട്ടുവാണെങ്കിൽ ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ സെയിം ഇത് തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചെയ്യണം. അതിന് നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരെണ്ണം കാണിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് ബാക്കിയും ചെയ്തത്. പിന്നെ ഫുള്ള് നമ്മുടെ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടിൽ കാണിക്കുള്ളൂ. അത് എനിക്കൊരു ഇതാണ് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. എനിവേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.